ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഏതാണ്ട് 11ഓളം കരാറുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. 11 ഡോക്യുമെന്റ്സ് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യക്കും മലേഷ്യയ്ക്കും തമ്മിൽ കഴിഞ്ഞ 2025 ഏതാണ്ട് 19 ബില്യൺ US$ വർത്ത് വരുന്ന ട്രേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരിക്കുന്നത്. ഇത്തവണത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റിൽ ശരിക്കും ഇൻഡോ പസഫിക് മേഖലയിൽ മലേഷ്യയെ ബന്ധിപ്പിക്കാനും അതിലൂടെ ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ വളരെ ശക്തമായ നിലപാടെടുക്കാനും അതുപോലെ തന്നെ ഈ ആസിയാൻ രാജ്യങ്ങളെ മൊത്തത്തിൽ തന്നെ ഇൻഡോ പസഫിക്കിൽ ചേർക്കാനുമുള്ള ഏർപ്പാടാണ് നടക്കുന്നത്. ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് തന്നെ ചൈനയ്ക്കെതിരാണ്. അപ്പം അതായത് ഈ ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയെ പേടിച്ചിട്ടാണ് അവർ കഴിയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഫിലിപ്പൈൻസ് പോലത്തെ രാജ്യങ്ങളൊക്കെ ബ്രഹ്മോസ് പോലത്തെ മിസൈലുകളൊക്കെ വാങ്ങിക്കുന്നതും ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതും. അപ്പം നമ്മൾ ചൈനയ്ക്കെതിരെ ഈക്വൽ ആയിട്ടുള്ള ഒരു പവർ ആണെന്നുള്ളത് ഏഷ്യൻ സൈഡിൽ ഓൾമോസ്റ്റ് തെളിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏഷ്യൻ സൈഡിൽ ഇന്ത്യയും ചൈനയും ലാർജ് പവർ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏഷ്യൻ സൈഡിൽ പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ അതിനനുസരിച്ചുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പീസ് കീപ്പിംഗ്, അതുപോലെ തന്നെ ഈ പീസ് കീപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡോ പസഫിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് കോഓപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പീസ് കീപ്പിംഗ് അവിടെ വരുന്നത്. അതുപോലെ സെമി കണ്ടക്ടർ, ഹെൽത്ത് കെയർ സെക്ടർ, സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്, അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി, ടൂറിസം, കൾച്ചർ ആൻഡ് പീപ്പിൾ ടു പീപ്പിൾ ടൈസ്, ഇതൊക്കെ തന്നെയാണ് പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളായിട്ട് സൈൻ ചെയ്ത് കൈമാറിയത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിഫൻസ് കോഓപ്പറേഷൻ, അതേപോലെ തന്നെ ട്രേഡ് എഗ്രിമെൻറ്റ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മലേഷ്യയെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും പാകിസ്ഥാൻ തുർക്കി ചേരിയിൽ നിന്നും പതിയെ ഇന്ത്യൻ സൈഡിലേക്ക് വലിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതിന് ഇപ്പം നിലവിലുള്ള ആ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം തന്നെ കുറച്ച് കാലം കൂടി തുടരണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതത്ര എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ത്യ പല രാജ്യങ്ങളിലും ഇതേപോലത്തെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഫൈനലി ആ രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഭരണാധികാരി വരുമ്പോഴത്തേക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കലാണ് പതിവ്. ഇത്തവണ ശരിക്കും പ്രൈം മിനിസ്റ്റർ മോദിക്കും അൻവർ ഇബ്രാഹിമിനുമുള്ള ആ ഒരു ബന്ധം, ആ ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകുന്നത്. മലേഷ്യ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മലേഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരുമിച്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്ക വെളിപ്പെടുത്തിയ ചൈന രഹസ്യമായിട്ട് അണുവായുധ പരീക്ഷണം നടത്തി ഗാൽവാൻ വാലി ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് 2020 എന്ന് പറഞ്ഞതിനെ ഇന്ത്യ ഇന്ന് ഒഫീഷ്യലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ. ഡിഫൻസ് മിനിസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഇത് ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ മാനുഫാക്ചറിങ്ങിൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടറുകളെ കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശമാണ് ഡിഫൻസ് മിനിസ്ട്രി മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ പുതിയ ഡിഫൻസ് മിനിസ്റ്ററെ തിരഞ്ഞെടുക്കണമെന്നുള്ള രീതിയിലുള്ള സർവേ ഇന്ത്യ ഒട്ടാകെ പല രീതിയിലും നടക്കുന്നുണ്ട്. അതായത് പല മാധ്യമങ്ങളും ഇതിൻ്റെ പുറകിൽ ചുക്കാൻ പിടിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുടെ നിലവിലെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. അതായത് ടെക്നോളജിക്കലി ഈ മിഷനറികളെക്കുറിച്ചും ഇതേപോലത്തെ മെഷീൻ ലാംഗ്വേജ്, വാർഫെയർ ടെക്നോളജികൾ, മോഡേൺ ഡേയ്സിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഡിഫൻസ് മിനിസ്റ്റർ ആവേണ്ടത് എന്നുള്ള ഒരു ഡിസ്കഷൻ, ഇതൊരു റൂമറായിട്ട് പതിയെ ക്രിയേറ്റ് ചെയ്ത് ഒരു മാധ്യമം ഇതിൻ്റെ പുറകിൽ സർവേ തുടങ്ങി. ആ സർവേ പടർന്ന് പന്തലിച്ച് ഡിഫൻസ് മിനിസ്റ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് മനസ്സിലാക്കണം, വോട്ടിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് മന്ത്രിമാരാവുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഒരാളെ വെക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് താഴെ ഒരാളെ അപ്പോയിന്റ് ചെയ്യാമല്ലോ, അതിനുള്ള വകുപ്പുണ്ടല്ലോ. അങ്ങനത്തെ അപ്പോയിന്റ്മെന്റുകളിലൂടെ ഓൾറെഡി തന്നെ പ്രഗത്ഭരായ ആൾക്കാർ തന്നെയാണ് ഈ പൊസിഷനിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ റൂമേഴ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള സർവേകൾ നടത്തുന്ന ചില മാധ്യമങ്ങൾ, അവരാണ് ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ പുറത്തിറക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ബൊലാരി എയർബേസ് എന്ന് പറഞ്ഞ ഒരു എയർബേസ് ഇന്ത്യ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തിയത്. അത് ഇപ്പോഴും അതേപോലെ തന്നെ പൊളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നുണ്ട്. തുടർച്ചയായിട്ട് 10 ദിവസങ്ങളായിട്ട് ജമ്മു ആൻഡ് കശ്മീരിൽ ഈ ജയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആർമി ചീഫ് ആ മേഖല വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ BSF ജവാന്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ്, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് കശ്മീർ മേഖലയിൽ
കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഡാക്റ്റഡ് ആയിട്ടുള്ള ക്യാമറ, ഇതേപോലത്തെ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ പല മേഖലകളിലും നമ്മൾ ബോർഡർ ഡിജിറ്റലി നിരീക്ഷണം നടത്താനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിനിപ്പോൾ എങ്ങനെയാണ് ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ ഇനി തയ്യാറാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ബംഗ്ലാദേശ് ഓൾറെഡി തന്നെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ പാകിസ്ഥാനിൽ മൊത്തത്തിൽ ബന്ദായിരുന്നു. ബന്ദ് മീൻസ് അവിടെ ഹർത്താൽ. ഈ ഹർത്താൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഷിയ പള്ളിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായല്ലോ, അതിന് കാരണം പാകിസ്ഥാന്റെ മിലിറ്ററിയാണ്, ISI ആണ്, അസീം മുനീറാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇസ്ലാമാബാദിലായിക്കോട്ടെ അതേപോലെ തന്നെ പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും ഇന്നലെ ഒരു ഷോപ്പ് പോലും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ആ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന ഇലക്ഷൻ ഫെബ്രുവരി 12-ന്, അതിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് അവിടെ ഏറ്റവും മെജോറിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം പ്രീ പോൾ സർവേയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അവർ പലതരത്തിലുള്ള ഉഡായ്പകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാം തന്നെ തക്കിയ അടങ്ങുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ്. സുരക്ഷിതത്വവും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റി, അതിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈനോറിറ്റികളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. യുവമാരാണ് ഇത്രയും നാൾ അവിടെ ഹിന്ദുക്കളെ അടിച്ചൊതുക്കി ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിഡന്റ് ഷാക്കിഫുർ റഹ്മാനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. 88 പേജുള്ള ഡോക്യുമെന്റ് ആണത്. 88 പേജ്. അത് ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും എന്നുള്ള വാഗ്ദാനം, പറ്റിക്കൽസ്. 26 മേഖലകളും അതുപോലെ തന്നെ ഏതാണ്ട് 41 പോയിന്റ് അടങ്ങുന്ന പദ്ധതികളും ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ നയത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ, ഇൻവേർട്ടഡ് കോമ, പരസ്പര ബഹുമാനവും നീതിയും അടിസ്ഥാനമാക്കി ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ശ്രീലങ്ക, മാൽഡീവ്സ്, തായ്ലൻഡ്. പാകിസ്ഥാന്റെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലയെ 2040 $2 ട്രില്യൺ വർത്തുള്ള എക്കോണമി ആയിട്ട് മാറ്റും ബംഗ്ലാദേശിനെ എന്നാണ് വാഗ്ദാനം. ആഗോള സാമ്പത്തിക റാങ്കിങ്ങിൽ ഇപ്പം 35-ാം സ്ഥാനത്താണ് ബംഗ്ലാദേശ്. അതിനെ 2040 20-ാം സ്ഥാനത്തേക്ക് ഉയർത്തും എന്നുള്ള വാഗ്ദാനവും കൂടി അവർ പറയുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ $15 ബില്യൺ നിക്ഷേപം ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. ഇറക്കുമതി, ഇമ്പോർട്ട് 30% കുറയ്ക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ദേശീയ പ്രതിരോധ നയം, പുതിയ സൈനിക ഡോക്ട്രിൻ, സൈനിക ഗവേഷണ സ്ഥാപനം. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടാണല്ലോ അവർ പഠിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ ഉള്ളിൽ തന്നെ പുതിയ സ്ഥാപനം ഉണ്ടാക്കും അവർ. അതുപോലെ മിലിറ്ററി മോഡേണൈസേഷൻ, ഇതെല്ലാം തന്നെ ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. അതുപോലെ 18 മുതൽ 22 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിലിറ്ററിയിൽ, ആർമിയിൽ 6 മുതൽ 12 മാസം വരെ സ്വമേധയാ ചേർന്ന് പണിയെടുക്കാം. അതിനുള്ള ഓപ്ഷൻ കൂടി അവർ തരുന്നുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കിക്കാണേണ്ടത്. ഇത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് റിഫോർമേഷൻ ആക്ട് മുന്നോട്ട് വെക്കുകയാണ്. 11 പാർട്ടികൾ അടങ്ങുന്ന സഖ്യകക്ഷികളുമായിട്ട് ചേർന്നാണ് ഇത്തവണ ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷൻ നേരിടുന്നത്. ഇതിനകത്ത് ടോട്ടൽ 300 സീറ്റുകളാണ് ഈ പാർട്ടികൾക്ക് മൊത്തത്തിലുള്ളത്. അതിൽ 179 സീറ്റുകളിൽ ജമാഅത്ത് ഇസ്ലാമി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 179 സീറ്റുകൾ, അതായത് വൻ ഭൂരിപക്ഷം. അതാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്തായാലും ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണം കാണാം ബംഗ്ലാദേശിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് ഒരു പെർമനന്റ് ഇറിറ്റേഷനായിട്ട് മാറുകയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലിഗുരിയിൽ ഇന്ത്യ ഒരു പ്രത്യേക പ്ലാൻ നടത്തുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് ടണൽ വഴി റെയിൽവേ ട്രാക്ക് നമ്മൾ ഇപ്പോൾ ഇടുന്നുണ്ട്. ഇവർ വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങ് തടഞ്ഞു കളയാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ത്യ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ടണൽ, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2025 നമ്മൾ റെയിൽ എഞ്ചിനിൽ വെച്ചിട്ട് നമ്മളൊരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയത്തില്ല, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ റെയിൽവേ ട്രാക്ക് വഴി നമുക്ക് നമ്മളുടെ പടക്കോപ്പുകൾ വളരെ എളുപ്പത്തിൽ തന്നെ ക്വിക്കായിട്ട് നമുക്ക് നമ്മളുടെ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എത്തിക്കാൻ കഴിയും. അതായത് അവരവിടെ ലാൻഡുമായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുമ്പോൾ ഇന്ത്യ ശക്തമായിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തുകയാണ്. ആ മേഖലയിൽ തന്നെ 5 ഏരിയയിൽ നമ്മൾക്ക് ഇപ്പം മിലിറ്ററി ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ശക്തമായ രീതിയിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ടണൽ പാസേജ് വർക്ക് പ്രോഗ്രസ്സിലാണ്. ബംഗ്ലാദേശിന്റെ വേലയൊന്നും ഇവിടെ നടക്കില്ല.
ഇനി ചൈന തന്നെ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളതാണ് അവസ്ഥ. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ നെക്കിലുള്ള താല്പര്യം ബംഗ്ലാദേശിനേക്കാളും. അപ്പൊ അതുകൊണ്ട് ഈ ചിക്കൻ നെക്കിന് തൊട്ട് താഴെ ലാൽമോണി ഹട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൈനയ്ക്ക് എയർബേസ് കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ്. ഇതിനെ നിർവീര്യമാക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ടണൽ പ്രോജക്റ്റ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.